ഞാൻ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രേതത്തിൻ്റെ ശല്യമാണ്. ഇത് കാരണം ഉറക്കം മൊത്തത്തിൽ പോയി ഭയങ്കര തലവേദനയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ. ഇതിന് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു ഗോസ്റ്റ് വീഡിയോ എടുക്കാൻ പോയ സ്ഥലത്തു നിന്ന് താഴെ കിടന്ന ഒരു സാധനം ബാഗിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു. ഇത് തന്നെയാണ് ഇതിന് കാരണമെന്ന് അറിഞ്ഞ നിമിഷം ഭയങ്കര വലിയൊരു അബദ്ധമായി പോയെന്ന് തോന്നി ആ ചെയ്ത കാര്യം. ആ ഉറക്കെ തന്നെ അത് മാത്രമല്ല അകത്ത് അതിങ്ങെടുത്തോ. അതെ പേടിക്കില്ലേ ഒന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗണ്ട് കേൾപ്പിക്കാമോ? പല്ലിയുടെ സൗണ്ട് കേട്ടോ. പല്ലി കളിച്ചല്ലേ? പല്ലിയുടെ സൗണ്ട് കേട്ടോ. വീട് അല്ല ഒന്നോട്ടേക്ക് പല്ലി ഇപ്പോൾ സൗണ്ട് കേട്ടു, പല്ലി ചിലക്കുന്നതായിട്ട്. അതല്ലാതെ ഏതെങ്കിലും സൗണ്ട് കേൾപ്പിക്കാമോ? കാരണം ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല, കുറേ നാളുകളായി തുടങ്ങിയിട്ട്. ഭയങ്കര തലവേദനയാണ് ഈ സംഭവം വന്നിട്ട്. ഞങ്ങളെ കൊണ്ട് പരമാവധി ഞങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു ലിമിറ്റിന് മേലെ പറ്റുന്നില്ല. എന്ത് ബുദ്ധിമുട്ടാണ് ഒരുപാട്. അതാണ് ചോദിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളാണ്. അതൊരു കാര്യം ചെയ്യാം, നൈറ്റ് വിഷൻ ക്യാമറയെ നമുക്ക് വന്നിട്ട് സെറ്റ് ചെയ്യാം. എനിക്ക് അവിടെ നിന്നാണ് ആ തീയിടുക ഞാൻ കണ്ടത്. ഞാൻ ആ ഫോട്ടോ എടുത്തപ്പോൾ ആ ഒരു ആംഗിളിലോട്ട് നൈറ്റ് വിഷൻ ക്യാമറ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൗസിങ് റോഡ്, ഗൈസ് നിങ്ങളെല്ലാവരും കുറേ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആ ഡൗസിങ് റോഡ് സംഭവം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്കിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. അത് ഉപയോഗിച്ച് നമുക്കിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് എന്തെന്ന് അറിയത്തില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്കിത് എന്തുകൊണ്ടാണെന്നുള്ള ഉപരി വന്നിട്ട് ഇത് എന്താണ്, ആരാണെന്നുള്ളത് എനിക്ക് ഭയങ്കര, കാരണം 1-2 സ്ഥലത്തല്ലല്ലോ കയറി പോയേക്കുന്നത്. ഈ ഒരു എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കൊച്ചു വീട്ടിൽ? ഒരു വീടല്ല, 2 വീട്. അത് ഒന്ന് വീടല്ലേ? ഓക്കെ, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡൗസിങ് റോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. മേ ബി നമ്മൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ, പക്ഷേ ഞാൻ തീയുടെ ഇത് കണ്ടു, നിങ്ങൾ കണ്ടു കാണും. ഞാൻ കുറേ വീഡിയോയും ക്ലിപ്പും അവൻ്റേതും എൻ്റേതും എല്ലാം ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്പിരിറ്റിന് നമ്മളോട് മനസ്സിലാവുന്നില്ല. അണ്ണൻ പറഞ്ഞിട്ടുള്ള ആ ഒരു, അതായത് അണ്ണൻ ഇനി ഞാൻ വോയിസ് അയച്ചപ്പോൾ അണ്ണൻ പറഞ്ഞില്ലേ ഇത് ഇനി എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാമെന്ന്. ആ ഒരു റെക്കോർഡിങ് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. കാരണം അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യം നടന്നിട്ടുണ്ട്. പക്ഷെ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം അണ്ണൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു വീഡിയോ മാത്രം റെക്കോർഡ് ചെയ്ത് ആ ഒരു വീഡിയോ മാത്രം ഞാൻ റെക്കോർഡ് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്തായാലും സംസാരിച്ച് പറയാൻ പറഞ്ഞില്ല ഗൈസ്. ഇത് ഈ വീഡിയോ വന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഗോസ്റ്റ് ഹണ്ടിങ് എക്സ്പ്ലോർ വീഡിയോ അല്ല. ഇത് വന്നിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിലുപരി വന്നിട്ട് ഞങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വീഡിയോ ആണിത്. എന്താണെന്ന് ഫസ്റ്റ് അറിയണം. സോ നമുക്ക് ഇവിടെ ഒത്തുബാക്കി പോലെ ടെറസാണ്. സോ വന്നിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് വെക്കാം ഡൗസിങ് റോഡ് ഉപയോഗിച്ചിട്ട്. അതിന് മുന്നേ ആയിട്ട് നൈറ്റ് വിഷൻ കണക്ട് ചെയ്യാം. ബാബാ കൈ സൗണ്ട് കേട്ടോ, ഇതാണ് ഈ അവസ്ഥ ഇവിടുത്തെ കുറച്ച് ദിവസങ്ങളായിട്ട്. ഫുള്ള് പട്ടി ഓലിയിടുന്ന, പട്ടി കുരയ്ക്കുന്ന സൗണ്ട്. ഞാനിപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ സെറ്റ് ചെയ്യുമായിരുന്നു. കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ നൈറ്റ് വിഷൻ ക്യാമറ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആംഗിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡയറക്ഷനാണെന്ന് ആ ഫോട്ടോയ്ക്കകത്ത് കണ്ട ആ ഒരു തീ നിങ്ങൾ കണ്ടത്. കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സാമാനമാണ് ഞാൻ പറഞ്ഞത്. ഇത് എവിടുന്ന എങ്ങനെ കേൾക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതെ ഞാൻ പറഞ്ഞേ, നമ്മൾ തൊട്ടടുത്തുനിന്നാണ് ഇപ്പോൾ സൗണ്ട് കേട്ടെ, കല്ല് വീഴുന്നത്. ഗൈസ് ഞാനിപ്പോൾ നൈറ്റ് ക്യാമറ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
നമ്മളിവിടെ നിൽക്കുന്ന ടൈമാണ് അവിടെ കേൾക്കുന്നത്. അതാ ഗൈസ്, ഇപ്പോൾ ഞങ്ങളവിടെ നൈറ്റ് ഷവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം വീണ്ടും ആ സൗണ്ട് കേട്ടോ, കല്ലിൻ്റെ ആ കല്ലിങ്ങനെ ഒരുമാതിരി ഉരുളുന്ന സൗണ്ട് കേട്ട് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. തൊട്ടടുത്തുനിന്നാണ് സൗണ്ട് ഇപ്പോൾ കേട്ടെ. ഇത്ര ഡിസ്റ്റൻസിൽ, അതായത് ആ ഒരു നമ്മുടെ ബാഗ് ആ ടൈപ്പിൽ അതായത് ഇറങ്ങുന്നുണ്ട് പാട. അതുകൊണ്ട് അവിടെ കിടക്കുന്ന ഒരു കല്ല, ഇവിടെ കല്ല് കിടപ്പുണ്ട്. എന്തോന്നടത്? ഇതാണ് ഞാൻ ഈ പറഞ്ഞില്ല, ഇതാണ് അവസ്ഥ. അതായത് ഒന്നും മനസ്സിലാവാത്ത രീതിക്കുള്ള പരിപാടികളാണ്. ഇപ്പം മനസ്സിലായി, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടിലാകുമ്പോൾ കല്ല് ഉരുളുന്ന സൗണ്ടൊന്നും ഇല്ല. അവിടെ കല്ലുരുന്ന സൗണ്ട് അല്ല, പക്ഷെ ഇവിടെ എന്തോ കല്ലുരുന്ന ഇത്ര. അത് മാത്രമല്ല ഇവിടെ വീടുകളും കൂടെ ഉള്ളത്. നാട്ടിൽ വിചാരിക്കും നമ്മളെടുത്ത് എറിഞ്ഞിട്ട് അടിക്കണമെന്ന് പറയും. അതാടാ ഈ സീൻ വരുന്നേ. പിടിച്ച് കഴിച്ച് നിങ്ങൾ വീണ്ടും സൗണ്ട് കേട്ടാണ്, കല്ലിങ്ങനെ ഉരുളുന്ന സൗണ്ട് കേട്ടാണ്. ഞാനിപ്പോൾ നൈറ്റ് ഷവർ അവിടെ സെറ്റാക്കേണ്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നേ പട്ടിയുടെ സൗണ്ട് കേട്ടാണ്. അതാണെങ്കിൽ അതിനപ്പുറം പട്ടിയുടെ സൗണ്ട് അത് കേട്ടാണ്. അത് കഴിഞ്ഞിട്ട് എന്തൊരു സൗണ്ടായിരുന്നു ആ പട്ടിയുടെ സൗണ്ട്. നൈറ്റ് ഷവർ സെറ്റാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പട്ടി സൗണ്ട് തുടങ്ങിയത്. ഞങ്ങളപ്പോൾ ക്യാമറ ഓഫ് ആക്കിയിട്ടൊക്കെയായിരുന്നു. പിന്നെ പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കിയ സൗണ്ട് റെക്കോർഡ് ചെയ്ത് നൈറ്റ് ഷവർ റെക്കോർഡ് സെറ്റാക്കിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും നമുക്ക് എത്ര പെട്ടെന്നേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കാസർഗോഡ് വെച്ചിട്ട്. ആണോ ഇതാണ് ഹൗസിംഗ് റോഡ്? പിന്നെന്താ വീണ്ടും വിചാരിച്ചു? ഞാൻ വിചാരിച്ചു മറ്റേ ലോക്കറ്റ് ഉണ്ടായിരുന്നല്ലേ, അത് പെൻഡിലോ, അത് വേറെ സാധനം. ഞാൻ വിചാരിക്കുകയാണ് ഈ സാധനം ഡേഞ്ചറസ് ആണ്. ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് വല്ല ആപത്തുണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ അത് ഈ യെസ് പറയും നോ പറയും, അതല്ലേ? അതന്നെ, ഇത് ഡേഞ്ചർ സാധനമാണ്. നമുക്ക് ഇനി വേണം ഓൾറെഡി ഒരു വിഷയമുണ്ട്. ഇനി അടുത്ത വിളിച്ചു വരുത്താൻ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായി പറഞ്ഞു? നമുക്ക് ആൾറെഡി ഒരു പ്രശ്നമുണ്ട്, അത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അല്ലെണ്ണ അതൊരു പ്രശ്നത്തിൽ നമ്മൾ നോക്കുമ്പോൾ വേറൊരു വിഷയം വന്ന് കയറണമെങ്കിൽ ഇവിടെ ഒരു ആൾറെഡി ഒരു തൊല്ലയുണ്ട്. അത് പോയി കിട്ടിയാലേ ശബരിമലയ്ക്ക് മാലിട്ട് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നോക്കാം. മലയ്ക്ക് ഞാൻ സന്നിധാനത്ത് പോയിട്ട് ഇനി മുങ്ങേണ്ടി പേര് ഞാൻ കാട്ട് പിടിച്ചോട്ടോ. ഗൈസ് ഇതാ എനിക്കറിയാമായിരിക്കും ഹൗസിംഗ് റോഡ്. സോ ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. അവിടെ ഒത്തിരി ആളുകൾ പോലെ കേട്ടോ. ഇല്ല ഇത് കാണത്തൊക്കെ നിന്നാണ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുന്നു തുടങ്ങാം. ഇത് കമ്മ്യൂണിക്കേറ്റ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്, എങ്ങനെ റെസ്പോണ്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. എപ്പോഴെങ്കിലേ എങ്ങനെ റെസ്പോണ്ട് എങ്ങനെ റെസ്പോണ്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത് നോക്കാം. സോ ഗൈസ് വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് വന്നിട്ട് ഇങ്ങനെ പാരലായിട്ട് പിടിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് ഇങ്ങനെ വരുവാണെങ്കിൽ ആണെന്നും ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലെന്നും ഉള്ള ഇതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ പറയുന്ന ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് എനിക്കും എൻ്റെ കൂടെ ഉള്ള ആ പയ്യൻ്റെ വീട്ടിലും ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ പോയതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അതുണ്ടെങ്കിൽ ഈ രണ്ട് കമ്പി നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ രണ്ട് സൈഡിലോട്ട് ദിശയിലോട്ട് കാണിക്കാം. എന്നോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്ലീസ്. ഞാൻ കുറേ നാളായിട്ട് കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അല്ല ഒരു കമ്പി ആയിട്ടുള്ളൂ, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കണം. എന്തിനാണത് അനങ്ങുന്നുണ്ടല്ലേ? ഷേക്കാണ്, ഒരു വൈബ്രേറ്റർ വൈബ്രേറ്റിംഗ് ആണത്. കിട്ടുന്നുണ്ടോ ക്യാമറ കറക്റ്റായിട്ട്? അണൽ വൈബ്രേറ്റിംഗ് ആണോ? ഞാൻ കൈ അണക്കുന്നില്ലല്ലോടാ. കൈ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റുമായിരിക്കും, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്, പക്ഷെ പ്രോപ്പർ റെസ്പോണ്ട് കിട്ടുന്നില്ല. അവർക്ക് മനസ്സിലായി കാണൂലെങ്കിലോ? ഒന്നൊന്നും പറഞ്ഞു കൊടുത്തേ ഇങ്ങനെ വന്നോ അങ്ങനെ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ ഇങ്ങനെ ചെയ്ത യെസ് അങ്ങനെ ചെയ്താനോ? അതല്ലേ നമുക്ക് അറിയേണ്ടത്, അതല്ലേ ചോദിക്കുന്നത്. അത് മനസ്സിലായ എന്താ മനസ്സിലായില്ല എന്ത് നമുക്കതാണ് നമുക്ക് ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അന്ന് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണം. അതായത്
ഇവിടെ ഉള്ളത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ബുദ്ധിമുട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോഴേ, അതായത് നമുക്ക് ജീവനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുമോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യമേ ഇത് വന്നിട്ട് റെസ്പോണ്ട് ചെയ്താലല്ലേ അടുത്ത ലെവലിലോട്ട് ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് ശരി. ഞാൻ വീണ്ടും ചോദിക്കുക, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ആത്മാക്കളുണ്ടെങ്കിൽ ഇതുമൂലം ഇത് വച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാം. ഉണ്ടെങ്കിൽ ക്രോസ്, ഇല്ലെങ്കിൽ രണ്ട് ദിശയിലോട്ട് കാണിക്കാം. സൗണ്ടുകൾ കേൾക്കുന്നതാണോ? റെസ്പോണ്ട് ചെയ്തോളാ. ഇല്ലണ്ണാ, ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പക്ഷേ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഴുന്ന സൗണ്ട് ആയിരിക്കൂടാ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചുറ്റി വീടായതുകൊണ്ടേ ഇപ്പം എന്ത് ഇതൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങളെന്താ ഞങ്ങളുമായിട്ട് സംസാരിക്കാത്തേ? ഈ 2 റോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുണ്ടെങ്കിൽ ഇതുമൂലം നിങ്ങളുണ്ടെന്നുള്ളത് ഞങ്ങളെ അറിയിക്കാം. അനങ്ങുന്നില്ലല്ലോ കഴിച്ചത്. എന്താ ഇങ്ങനെ ഉത്തരം കിട്ടാൻ വേണ്ടി ഓരോ ചോദ്യങ്ങൾ ചോദിക്കലാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. നിൻ്റെ വീട്ടിലും ഉണ്ട്. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ 2-3 ഫോട്ടോ കാണിച്ച ഫോട്ടോയ്ക്കകത്തും ചില പ്രസൻസ് ഫീൽ ആവുന്നുണ്ട്. ബട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മളായിട്ട് കണക്റ്റ് ആവുന്നില്ലെന്ന് പറയുമ്പോൾ ഇതെന്താ ചെയ്യുക, ഇതെന്ത് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അണ്ണാ ഓൾറെഡി പ്രസൻസ് കാണുന്നുണ്ട്, എന്നിട്ടും റെസ്പോണ്ട് ചെയ്താകുമ്പോൾ നമുക്ക് എന്തൊരു ഉത്തരം കിട്ടുന്നത്? നമുക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. വേറെ വല്ല വഴിയോ അണ്ണാ? ഇതല്ലാതെ വേറെ വല്ലതും ചോദിക്കാൻ എടുക്കാനുള്ള വഴിയുണ്ടോ? വേറെ ചോദിക്കാനല്ല, വേറൊരു സാധനമുണ്ട്. അതിപ്പോൾ റിവീൽ ചെയ്യാം. ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് അവൻ അറിയത്തില്ല. പുതിയ സാധനം വല്ലതാണോ? എന്തെങ്കിലും? അത് പുതിയ സാധനമല്ല, അറിയാം സാധനം. സോ അത് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഞാൻ ആൾറെഡി വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനമുണ്ട്, വീഡിയോക്കകത്ത് റിവീൽ ചെയ്യാന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ തന്നെ പൊട്ടി പറിക്കണടാ. എന്താണ് സാധനം? സാധനം എന്താ? എന്നാൽ വല്ല മേടിച്ച സാധനം വല്ലതും ആണോ? അതായത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത ഷൂട്ടിന് ഉപയോഗിക്കാം. അല്ല, അത് അല്ല, ആ സാധനം പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പട്ടി അതെനിക്ക് ഒന്നുകൂടി പേടിയാവുന്നിപ്പോൾ. ഞാനത് വേറൊരു സംഭവത്തിന് വേണ്ടി കൊണ്ടുവന്നേ. അത് എന്ത് സാധനമാണ്? ഞാൻ കാണിക്കാം. ക്യാമറ റെക്കോർഡ് ചെയ്യാം. ഞാൻ അതിനകത്ത് സാധനമുണ്ട്, ആ സിബ് ഉറക്കണം. ഞാൻ കാണിക്കാം. ഇവിടെ അതിനകത്തെ ആ നടുക്കത്തെ ഉറക്കകത്ത് അതിരിപ്പുണ്ട്, അങ്ങ് എടുത്തോ. ആ സാധനം എടുക്ക്, പേടിക്കല്ല കേട്ടോ. നീ എടുത്തോ, കുഴപ്പം ധൈര്യത്തോടെ കയറിക്കോ. ഇവിടെ ബോംബൊന്നുമല്ല, ആ ഉറക്കെ തന്നെ. അത് മാത്രമുള്ള അകത്ത് അതിങ്ങെടുത്തോ. അവിടെ പേടിക്കില്ലേ, ഒന്നുമില്ല. അവിടെ പേടിക്കണ്ട. ഒന്നുമില്ലടാ അവിടെ. അതുകൊണ്ടല്ല ഞാൻ പറയാം, അതെന്താ സംഭവം എന്ന് പറയാം. ഇതിൻ്റെ ഒരു ആവശ്യം എന്തിനാണ് നമുക്ക്? എന്തിനാ കൊണ്ടുവന്ന് നമ്മൾ? കേസിനകത്തൊരു സാധനം ഇരിപ്പുണ്ട് അകത്ത്, അതാണ് ഇത്രയും പറയുന്നത്. എടാ ഒന്നുമില്ല, നീ പേടിക്കണ്ട. അതുകൊണ്ടല്ല, ഇതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ശരി, വാ, നീ അത് എടുക്ക്, വാ, നീ പേടിക്കാവാതെ. ഇതാവണ്ടാ എനിക്ക് ശരിയാകത്തില്ലാണ്. അത് ഇതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ഇവിടെ. ഇത് തന്നെയാണ് ഈ കാരണത്തിന് മൊത്തം കാരണം. അതുകൊണ്ടാകാൻ വഴിയില്ലടാ, നീ പേടിക്കാതെ, നീ അത് നെഗറ്റീവായിട്ട് വിചാരിക്കാതെ. ഇതുകൊണ്ട് തന്നെയാണ് കാരണം, എനിക്ക് നല്ല ഉറപ്പുണ്ടാണ്. ശരി, വീട് ഇങ്ങനെ എടുക്ക്, നോക്കട്ടെ. ഇയാൾ കെട്ടഴിഞ്ഞു പോയേ.
ഞാൻ കൊണ്ടുവന്നപ്പോൾ കെട്ട് മേ ബി ബാഗ് കിടന്ന് അഴിഞ്ഞായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് വന്നിട്ട് ഇത് എനിക്കറിയാം, ഇപ്പോഴും എനിക്കറിയാം. എനിക്ക് ക്ലാരിറ്റി കിട്ടി. ഈ ഒരു സാധനം കൊണ്ട് മാത്രമാണ് ഈ സംഭവങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. അന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. അല്ല 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 അന്ന് അന്ന് അണ്ണൻ്റെ ഫ്രണ്ട് നമ്മളന്ന് വിളിച്ച ഓർമ്മയുണ്ടോ? അന്ന് ആ രാത്രി നമ്മുടെ ഇറങ്ങി പോകാൻ പറഞ്ഞ അണ്ണൻ. ആ അണ്ണൻ പറഞ്ഞ എന്താണ്, അത് തൊടേ പോലും ചെയ്യലെന്ന് പറഞ്ഞത്. എന്നിട്ടും അണ്ണൻ എടുത്തു തോന്നുന്നു. അല്ല ഞാൻ പറയട്ടെ ഗൈസ്, ഈ സാധനം ഞാൻ വന്ന് കൊണ്ടുവന്നത് അടുത്ത ഷൂട്ടിലേക്ക് ഇത് എന്തെങ്കിലും ഒരു രീതിയിൽ ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാധനം. ഈ സാധനം കൊണ്ട് നമുക്ക് എന്തൊരു ഉപയോഗം ഇവൻ അറിയത്തില്ല. വീഡിയോയ്ക്കകത്ത് കണ്ടന്റിന് എന്തെങ്കിലും ആവശ്യം വരും വിചാരിച്ചാണ് എടുത്തിട്ടത്. ഇത് ഇങ്ങനെ ഒരു വള്ളിക്കെട്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുപോലെ തന്നെ ഇത് തന്നെയാണോ പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് സംശയം എന്താണ്, കാരണം അതിന് ശേഷം സംസാരിച്ചിട്ട് ക്ലിയർ ആയില്ലാണ്. എന്തോ വീഴുന്ന പോലെ സൗണ്ട് കേട്ടില്ലേ? അതാണ് പറയാം, അതിനാണ് ഞാൻ ഈ സാധനം കൊണ്ടുവന്നത് തന്നെ. ഇല്ലണ്ണ, എനിക്ക് ക്ലാരിറ്റി. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വരുത്തപ്പൊക്കിന് ഷൂട്ടിന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് തന്നെയാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അണ്ണൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ഈ ഒരു സാധനം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. എന്തോ വീണ സൗണ്ട് കേട്ട് വീണ്ടും. അണ്ണാ ഈ സാധനം എടുത്തപ്പോൾ തന്നെ കണ്ടോണ്ണ, ഇത് അന്നെണ്ണ സാധനത്തിന് കുഴപ്പം. ഈ സാധനം കൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. അണ്ണാ പട്ടുപൊരിടുന്നല്ലേ?